പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാതവന്ദനം. ആത്മമന്ന നസ്യശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഹസ്കേൽ പ്രവചനം 33 അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ഹസ്കേൽ ചാപ്റ്റർ 33 വേഴ്സ് 7. ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വച്ചിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ആ ഒരു വചനമാണ്. പ്രവാചകനെ ദൈവം ഇസ്രായേൽ ഗൃഹത്തിന് വേണ്ടി കാവൽക്കാരനാക്കി നിയമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഈ അധ്യായം വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ വളരെയധികം ചിന്തകൾ, അതോടൊപ്പം വളരെ എൻ്റെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തിയ ഒരു വചനം കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, യഹോവയുടെ അരുളപ്പാട് പ്രവാചകൻ ഉണ്ടാകുകയാണ്. അദ്ദേഹത്തോട് പറയുന്നു, നീ പ്രവചിച്ചു പറയണം, ഞാൻ ഒരു ദേശത്തിന് നേരെ വാൾ വരുത്തുമ്പോൾ ആ ദേശത്തിലെ ജനം തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പുരുഷനെ തെരഞ്ഞെടുത്ത് കാവൽക്കാരനാക്കി വെച്ചാൽ, ആ ദേശത്തിലെ ജനം അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരുവനെ അവിടുത്തെ കാവൽക്കാരനാക്കി തിരഞ്ഞെടുത്തു വെച്ചാൽ ഞാൻ ആ ദേശത്തെ വിടുവിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് എന്താണ്? അവിടെ പറയുകയാണെങ്കിൽ ഞാൻ ഇതിന് ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി അത് വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓർക്കുന്നു, എനിക്കതിന് കഴിവുണ്ടോ, എനിക്കതിന് സാധിക്കുമോ, എനിക്ക് കാവൽ നിൽക്കാൻ സാധിക്കുമോ? പ്രിയപ്പെട്ടവർ, ഇസ്രായേൽ ഗൃഹത്തിന് മുഴുവനും കാവലാക്കി ദൈവം ഒരാളെയാണ് വെച്ച്. അതാരെയാണ്? പ്രവാചകനെ ഹസ്കേലിനെ ദൈവം അവിടെ കാവൽക്കാരനാക്കി ദൈവം എഴുന്നേൽപ്പിക്കുവാൻ, ഉയർത്തുവാനായിട്ടിടയായി തീർന്നു. ഇന്ന് പ്രഭാതത്തിലും ചിലത് വാൾ വരുന്നത് കണ്ട്, ചിലതിൻ്റെ മേൽ എന്താണ് പ്രയാസങ്ങൾ നേരിടുമ്പോൾ, ചിലതിൻ്റെ മേൽ ചില പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോൾ, അതിൻ്റെ നടുവിൽ ചില വിഷയത്തിനകത്ത് നമ്മെ കാവൽക്കാരനാക്കി ദൈവം തീർത്തിരിക്കുന്ന, കാവൽക്കാരിയാക്കി ദൈവം നമ്മളെ വെച്ചിരിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പ്രഭാതത്തിലും ചില ഗ്രഹങ്ങൾക്ക് കാവൽക്കാരാക്കി ദൈവം നമ്മളെ മാറ്റിയിരിക്കുകയാണ്. എവിടെയൊക്കെ എൻ്റെ സ്തോത്രം, പ്രാർത്ഥനാ കൂട്ടത്തിന്, എൻ്റെ സഭയ്ക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ സ്നേഹിതർക്ക്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, എന്നോട് പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നവർക്ക് ഒക്കെ ഞാൻ ഒരു കാവൽക്കാരാക്കി എൻ്റെ ദൈവം, കാവൽക്കാരിയാക്കി എൻ്റെ ദൈവം എന്നെ വെച്ചിരിക്കുന്നു. അപ്പോൾ കാവൽക്കാരൻ കാഹളമൂതിയാൽ അത് കേൾക്കുന്നവൻ രക്ഷപ്പെടും, അവൻ്റെ മേൽ വാൾ വരികയില്ല. ഇന്ന് പ്രഭാതവേളയിൽ കാഹളമൂതാൻ സമയമായി. പ്രാർത്ഥനയുടെ ശബ്ദം മുഴങ്ങട്ടെ, പ്രാർത്ഥനയുടെ കാഹളം മുഴങ്ങട്ടെ, ആരാധനയുടെ കാഹളം മുഴങ്ങട്ടെ. ഇടിവിൽ നിൽക്കുന്നതിൻ്റെ കാഹളം മുഴങ്ങുമ്പോൾ ആ ശബ്ദം കേൾക്കുന്ന ചിലതിന്മേൽ വാൾ വരാതെ, ആ വാളിൽ നിന്നും, ക്ഷാമത്തിൽ നിന്നും, മഹാമാരിയിൽ നിന്നും ചിലത് രക്ഷപ്പെടുവാനായിട്ടിടയായിത്തീരും. ആകയാൽ ചിലയിടത്തെല്ലാം കർത്താവ് എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? കാവൽക്കാരാക്കി വെച്ചിരിക്കുന്നു. എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ സാമർഥ്യം കൊണ്ടല്ല, എൻ്റെ യോഗ്യതകൾ കൊണ്ടല്ല, എൻ്റെ കയ്യിലുള്ള പണം കൊണ്ടല്ല. കർത്താവ് എന്നെ എന്താക്കി വെച്ചിരിക്കുന്നു? ഈ ഗ്രഹത്തിനൊക്കെയും കാവൽക്കാരെയാക്കി നിയമിച്ചിരിക്കുന്നു. അതിനായിട്ടൊന്ന് എഴുന്നേൽക്കാം. അങ്ങനെ കാഹളം ഇന്ന് പ്രഭാതത്തിൽ ഊതിയാട്ടെ, മുട്ടിന്മേൽ നിന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ, കാഹളം ഊതിയാട്ടെ. വാളിൽ നിന്ന് ചിലർ വിടുവിക്കപ്പെടുന്നത് നിങ്ങളുടെ കണ്ണാൽ കാണാൻ കഴിയും. പ്രാർത്ഥിക്കാം. പിതാവേ, വചനത്തിനാട് സ്തോത്രം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം, ശക്തീകരിക്കണം. എല്ലാവരും സഹായിച്ചാട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ജീസസ് നെയിം.